യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. യഹൂദമതത്തിലെ പ്രബല വിഭാഗമായിരുന്നു പരീശന്മാർ. അവർക്ക് യേശുക്രിസ്തുവിനോട് വളരെ വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മതത്തിൻ്റെ കാപട്യങ്ങളൊക്കെ യേശു തുറന്നു കാണിച്ചിരുന്നു. വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാണ് പരീശന്മാരെ യേശു വിളിച്ചിരുന്നത്. അവരുടെ പൊള്ളത്തരങ്ങൾ, പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഉപവാസങ്ങളും, അങ്ങാടിയിൽ വന്ദനം കിട്ടുവാനുള്ള, പള്ളിയിൽ മുഖ്യാസനം ലഭിക്കുവാനുള്ള അവരുടെ താല്പര്യങ്ങളും ഒക്കെ യേശുക്രിസ്തു വളരെ നിശിതമായിട്ട് വിമർശിച്ചു. ഇതൊന്നും ആത്മീയമല്ല എന്ന നിലയിൽ കർത്താവ് സംസാരിച്ചു. ഇതവരെ പ്രകോപിതരാക്കി അതിന് അവർ കണക്ക് തീർത്തത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ അപമാനിക്കുവാനും തരം താഴ്ത്തുവാനും, എവിടെയൊക്കെ യേശുവിനെ നിന്ദിക്കുവാൻ, കൊടുക്കുവാൻ അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യേശുവിനെ താഴ്ത്തിക്കിട്ടുവാനുമാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അവരുടെ എല്ലാ ആലോചനകളും പദ്ധതികളും അഫലമായിക്കൊണ്ടിരുന്നു. അതെല്ലാം നിഷ്ഫലമാവുകയാണ്. ഒന്നും സാധിക്കുന്നില്ല. തർക്കിച്ച് ജയിക്കുവാൻ നോക്കി കഴിയുന്നില്ല. ഭീഷണിപ്പെടുത്തുവാൻ നോക്കി ഫലിക്കുന്നില്ല. എന്തൊക്കെ അവർ ചെയ്തോ അതെല്ലാം പരാജയപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ അവർ തമ്മിൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്, നമുക്ക് ഒന്നും സാധിക്കുന്നില്ല. ദൈവം വിളിച്ച, ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ പ്രവൃത്തികളൊന്നും സാധിക്കുകയില്ല. ദൈവം അതെല്ലാം അഫലമാക്കും എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നാം സത്യത്തിനു വേണ്ടി നിന്നാൽ മതി. നാം ദൈവം അരുളി ചെയ്തത് അറിയിച്ചാൽ മതി. നാം ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ മതി. തീർച്ചയായും ശത്രു ചെയ്യുന്നതെല്ലാം, അവൻ്റെ ആശയെല്ലാം ദൈവം നശിപ്പിക്കും. ദുഷ്ടൻ്റെ ആശ നശിക്കും. അവൻ പല്ലുകടിച്ചുരുകും, അവൻ വ്യസനിക്കും എന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ സംഭവിക്കും. പരീശന്മാരെ ജനം മടുത്തിരുന്നു. കാരണം അവരുടെ ഹൃദയം കല്ലുപോലെ ഉള്ളതാണ്. അവർ ഒരിക്കലും കൽപ്പനകൾ അനുസരിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. എന്നാൽ ജനത്തെ അനുസരിപ്പിക്കുവാനായിട്ട് അവർ പണിപ്പെടുകയായിരുന്നു. അവർ ഉണ്ടാക്കിയ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്താണ് അവർ പലപ്പോഴും നിന്നിരുന്നത്. കപടഭക്തിക്കാരായ പരീശന്മാരെ ജനങ്ങൾ വളരെ വെറുത്തിരുന്നു. അവരിൽ നിന്ന് ജനത്തിനൊന്നും ലഭിക്കുവാനില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടാണ് പലപ്പോഴും അവരുടെ പള്ളികളിൽ സംസാരിച്ചതും ശുശ്രൂഷിച്ചതും ഒക്കെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കഠിനമായ നിയമങ്ങൾ ചുമത്തി ജനത്തെ വിഷമിപ്പിക്കുന്നവരാണ്. കരുണ ഇല്ലാത്ത ആരാധനകളായിരുന്നു അവരുടേത്. യേശു അവരോട് പലപ്പോഴും പറഞ്ഞു, യാഗത്തിലല്ല, കരുണയിൽ അത്ര ദൈവം പ്രസാദിക്കുന്നത്. നിയമങ്ങളായിരുന്നു അവർക്ക് പ്രധാനം. കരുണയില്ലാത്ത നിയമങ്ങൾ, സ്നേഹമില്ലാത്ത ആരാധനകൾ, ഇതൊക്കെ ആത്മീയത്തിൻ്റെ പേരിൽ അവർ ചെയ്ത് വന്നവരാണ്. അതുകൊണ്ട് ഉള്ളം കൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളവരെ ജനം വെറുത്തിരുന്നു. ജനം എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കരുണയുള്ളവരെയാണ്, മനസ്സലിയുള്ളവരെയാണ്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരെയാണ്, അവരോടൊപ്പം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നവരെയാണ്, അവരോടുകൂടെ കരയുന്ന, അവരോടുകൂടെ സന്തോഷിക്കുന്ന ഒരു മനസ്സുള്ളവരെയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് അങ്ങനത്തെ മനസ്സായിരുന്നു. അതുകൊണ്ടാണ് പരീശന്മാർ പറഞ്ഞത്, ജനമെല്ലാം അവൻ്റെ പിന്നാലെയാണ്, ലോകം അവൻ്റെ പിന്നാലെയാണ്. ആരൊക്കെ ഏതൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തിയാലും
ക്രിസ്തുവിൻ്റെ പിന്നാലെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ലോകത്തിലുള്ള മറ്റാർക്കും ക്രിസ്തു സ്നേഹിച്ചതുപോലെ, കരുണ കാണിച്ചതുപോലെ, മനസ്സലിഞ്ഞതുപോലെ, ജീവിച്ചതുപോലെ, ജീവൻ തന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നും ലോകം യേശുവിൻ്റെ പിന്നാലെയാണ്. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി, ആകർഷിക്കപ്പെട്ടവരായി അവർ മുന്നോട്ട് പോകും. നാമും യേശുവിൻ്റെ പിന്നാലെ വന്നത് നമ്മുടെ മതങ്ങളിൽ, സംഘടനകളിൽ നാം കാണാത്ത പലതും യേശുവിൽ കണ്ടതുകൊണ്ടല്ലേ. ഇന്ന് പകൽ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഇതുവരെ ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം അവർക്കുള്ളതാണ്. നിങ്ങളും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. ലോകം അവൻ്റെ പിന്നാലെയാണ്. പരിശുദ്ധ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ലോകം മുഴുവൻ കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.